ലോവർ ബീഡ്സിൻ്റെ എല്ലാം വാല്യൂ 1ഉം അപ്പർ ബീഡ്സിൻ്റെ എല്ലാം വാല്യൂ 5 ആണ്. സോ വളരെ സിമ്പിളായിട്ടൊരു 1+1 എങ്ങനെയാണ് ചെയ്യുക പറഞ്ഞാൽ ഒരു 1 ബീഡ് ഇവിടെ വാല്യൂ ബാറിൽ ടച്ച് ചെയ്തു. സോ ദ വാല്യൂ ഓഫ് അബാക്കസ് ഈസ് 1. വീണ്ടും ഒരു 1ഉം കൂടെ ആഡ് ചെയ്താൽ നൗ ഇറ്റ് ഈസ് 2. 2യുടെ കൂടെ ഒരു 2 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ വി ഹാവ് ടു മൂവ് അനദർ 2 ബീഡ്സ്. അപ്പോൾ ആൻസർ ഇവിടെ 4 ആയി. ഇനി 4ൻ്റെ കൂടെ വീണ്ടും 4 ആഡ് ചെയ്യണം. അപ്പോൾ 4ൻ്റെ കൂടെ വീണ്ടും 4 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാനില്ല. ഇവിടെയാണ് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് അബാക്കസ് മാറുന്നത്. ബിക്കോസ് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യണം? അപ്പോൾ അതിന് ഇങ്ങനൊരു മൂവ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ 5, 6, 7, 8 ആയി. 4 + 4 8 ആയി. ഇനി വീണ്ടും 4 ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി 5 ഇവിടെ ഉണ്ട്. സോ ഈ സമയത്ത് കുട്ടികൾ വീണ്ടും ചിന്തിക്കും ഇനി അടുത്ത മൂവ്മെൻറ്റ് എന്താ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? അവർ 2 കൈ യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെയ്ത് -6 ചെയ്ത് ഇവിടെ ഈ ഒരു ബീഡ് ആഡ് ചെയ്യും. സോ 8 + 4 12 ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ അബാക്കസിലും കണ്ടോ 1, 2, 12. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ മുത്തുകൾ യൂസ് ചെയ്തിട്ട് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ടാണ് സ്മാർട്ട് കിഡ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്.